കാസർഗോഡ് വിഷന് ഇനി പുതിയ ലോഗോ CH കുഞ്ഞമ്പു MLA പ്രകാശനം നിർവഹിച്ചു. കാസർഗോഡ് വിഷൻ ചാനലിന്റെ പുതിയ ലോഗോ പ്രകാശനം പാലക്കുന്ന് ബേക്കൽ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. CH കുഞ്ഞമ്പു MLA പ്രകാശനം നിർവഹിച്ചു. മാറുന്ന ലോകത്ത് മാറ്റം അനിവാര്യമെന്ന് CH കുഞ്ഞമ്പു MLA പറഞ്ഞു. എന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ നാളിതുവരെ കേരള വിഷൻ പേരുദോഷമുണ്ടാക്കാത്ത പ്രസ്ഥാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരംഭിച്ച നമ്മുടെ കെട്ടിടം അത് പൂർത്തിയായി 11-ാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട്. ഒരു മാസം മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഭയങ്കര തിരക്കിനിടയിലും ഷുക്കൂറിൻ്റെ ചത്ത് വന്നു. എങ്ങനെയെങ്കിലും ഒരു മന്ത്രിയാണ് സൃഷ്ടിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞാൽ നോക്കാം, എല്ലാവരും അവരുടെ മണ്ഡലത്തിലല്ലേ. പക്ഷേ നമുക്ക് ഇന്നലെ അതൊരു വിരോധെത്തിയത് ഈ ആഴ്ച ആരെയും കിട്ടുന്നില്ല. ശ്രമം തുടരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. സന്തോഷം കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. അതൊരു ചുരുങ്ങിപ്പോയി. അങ്ങനത്തെ വലിയ മുദ്ര മുടക്കി ഒരു കെട്ടിടം ഉണ്ടാക്കി അതിനൊരു ഉദ്ഘാടനത്തിന് കരപ്പെട്ടൊരു നേതൃത്വത്തെ കിട്ടുന്നില്ല എന്നുള്ളതിന് നമുക്കൊരു ക്ഷീണം കിട്ടും. എങ്ങനെയെങ്കിലും ശ്രമിക്കാൻ നമുക്ക് ഒരാളെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ചാനലുകൾ വാർത്തകളെ വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ സംവിധാനമില്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു സംഗതിയേ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഡിഗ്രിക്കെല്ലാത്തുമ്പോൾ സാധാരണ ഹിന്ദിയിൽ TV ആണ് ആദ്യം കണ്ടത്. പഴയ ആൾക്ക് ഹിന്ദി TV. ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. നമ്മുടെ ഈ ജില്ലാ ചാനലുകളുടെ പ്രസക്തി ഈ സമയത്ത് അതിൻ്റെ ഒരു ഇതിലേക്ക് പോകേണ്ടതല്ല, വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും സംസ്ഥാന സർക്കാരിൻ്റെ PRB വകുപ്പ് ജില്ലാ ചാനലുകളെ കൂടി PRB ലിസ്റ്റ്, കേബിൾ ചാനലുകളെ കൂടി PRB ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി ഉദ്യോഗസ്ഥരും വിദഗ്ധരടങ്ങുന്ന ഒരു തീരുമാനം വളരെ മുമ്പ് വന്നിരുന്നു. പക്ഷെ അതിൻ്റെ തീരുമാനം വന്നെങ്കിലും അതിൻ്റെ പ്രോസസ്സ് അങ്ങനെ പെൻഡിങ്ങിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പല പ്രാവശ്യം അതിൻ്റെ നിവേദനം കൊടുത്ത് കഴിയും ദിവസം നമ്മൾ വീണ്ടും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ അടക്കമുള്ള ആളുകൾ നമ്മൾ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് നമ്മൾ CM കണ്ട് കാര്യങ്ങൾ സംസാരിക്കും. അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിൻ്റെ ഓർഡർ ഇറങ്ങിക്കൊണ്ട് വിദഗ്ധര അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കമ്മിറ്റിയുടെ ഇറങ്ങുകയും എൻ്റെ ഒരു കോപ്പി നോട്ടീസ് നമുക്ക് തരികയും ചെയ്യും. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ ഈ ജില്ലാ ചാനലുകളെങ്കിലും PRB ലിസ്റ്റിൽ ഔദ്യോഗികമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവുന്നതാണ്. കേരള വിഷൻ ഡയറക്ടർ M ലോഹിതാക്ഷൻ, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കോളിക്കര, സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് K പാക്കം, ജില്ലാ ട്രഷറർ വിനോദ് P എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് വിഷൻ ചെയർമാൻ K പ്രദീപ് കുമാർ സ്വാഗതവും ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ നന്ദിയും പറഞ്ഞു. 1 ലക്ഷത്തിലധികം വീടുകളിലായി 5 ലക്ഷത്തോളം പ്രേക്ഷകരുള്ള കാസർഗോഡ് വിഷൻ ചാനലിനു വേണ്ടി പുതിയ ലോഗോ ക്ഷണിച്ചിരുന്നു. ലഭിച്ച നിരവധി ലോഗോകളിൽ നിന്നും കുമ്പളം പാറയിലെ ജസ്റ്റോറി മീഡിയ ഉടമ മുഹമ്മദ് ജാസിർ തയ്യാറാക്കിയ ലോഗോ ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ജനുവരി 11-ന് കാസർഗോഡ് വിഷൻ ടവറിന്റെ പുരസ്കാര ചടങ്ങിൽ വെച്ച് പുരസ്കാരം വിതരണം ചെയ്യും. കഴിഞ്ഞ 18 വർഷമായി കാസർഗോഡിന്റെ ജനമനസ്സിനെ കീഴടക്കിക്കൊണ്ട് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റാൻ ചാനലിന് സാധിച്ചിട്ടുണ്ട്. 3 നിലകളിലായി 7500 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സംവിധാനത്തോടെ സജ്ജീകരിച്ച ആസ്ഥാന മന്ദിരത്തിൽ നവീകരിച്ച സ്റ്റുഡിയോവിൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കൂടുതൽ ജനകീയ പരിപാടികളുമായി ചാനലിന്റെ പ്രവർത്തനം രൂപത്തിലും ഭാവത്തിലും പ്രേക്ഷകർക്ക് പുതുവർഷ സമ്മാനമായി ലഭിച്ചു തുടങ്ങും. ന്യൂസ് ബ്യൂറോ, ഉദുമ.